നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെക്ട്ര ഫോർമേഷൻ. സ്പെക്ട്രം നമുക്കറിയാം, നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. റൊട്ടേഷൻ സ്പെക്ട്ര, പിന്നെന്താണ് വൈബ്രേഷൻ സ്പെക്ട്ര, രാമൻ സ്പെക്ട്ര, അതിനെല്ലാത്തിനും നമുക്കറിയാം ഒരു സെലക്ഷൻ റൂൾസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, സെലക്ഷൻ റൂൾസ് ഉണ്ട്. അപ്പൊ സ്പെക്ട്രം വരുന്നത് നമുക്കറിയാം, നമ്മുടെ കോംപ്ലക്സസ് എല്ലാം എന്ന് പറയുന്നത് കളേർഡ് ആണ്. കളർ വരുമ്പോഴത്തേക്ക് അതിന് പർട്ടിക്കുലർ അബ്സോർപ്ഷൻ കാണും. അപ്പൊ അബ്സോർപ്ഷൻ നടക്കുമ്പോഴത്തേക്ക് ദർ വിൽ ബി ആൻ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ടു ഹയർ എനർജി ലെവൽസ്. അപ്പൊ ഈ ലോവർ ടു ഹയർ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻസ് നടക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ എന്തൊക്കെ നടക്കാം? ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ അതിനെ അക്കമ്പനി ചെയ്ത്, ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത്. സ്പെക്ട്രം കോമ്പൗണ്ട് കളേർഡ് ആയിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ആരൊക്കെ അക്കമ്പനി ചെയ്യും? റൊട്ടേഷനും വൈബ്രേഷനും. ഈ ലോവർ എനർജി ട്രാൻസിഷൻസ് അതിന്റെ കൂടെ അക്കമ്പനി ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് വലിയ ബിഗ് ബാൻഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഇഷ്ടം പോലെ ചെറിയ ചെറിയ പീക്സ് കാണും. അത് നമുക്ക് ഹയർ റെസൊല്യൂഷൻ എടുത്താൽ മാത്രമേ ഇത് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ബാൻഡ് ആയിട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഈ ബാൻഡ് എന്ന് പറയുന്നത് യൂഷ്വലി 1000 to 3000 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഈ തിയററ്റിക്കലി പോസിബിൾ ആയിട്ടുള്ള, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരുപാട് ടേം സിമ്പിൾസ് ഉണ്ട്, ഒരുപാട് എനർജി ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ എല്ലാ ടേം ഈ എനർജി ലെവൽസിലേക്കും ട്രാൻസിഷൻസ് പോസിബിൾ അല്ല. അപ്പൊ അതിന് ചില സെലക്ഷൻ റൂൾസ് ബേസ് ചെയ്തിട്ടാണ് ട്രാൻസിഷൻസ് വരുന്നത്. അപ്പൊ അതിന് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്: അലൗഡ് ട്രാൻസിഷൻസും ഫോർബിഡൻ ട്രാൻസിഷൻസും. ഇപ്പൊ ഫോർബിഡൻ ട്രാൻസിഷനും ഉണ്ട്, അലൗഡ് ട്രാൻസിഷനും ഉണ്ട്. നമുക്കറിയാം അലൗഡ് ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് സാധാരണ എപ്പോഴും ഒക്കർ ചെയ്യുന്നതാണ്, ഇന്റൻസ് കളേർഡ് തരും. പിന്നെ ഫോർബിഡൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ മാത്രം നടക്കുന്നതാണ്. പിന്നെ ലോവർ ഇന്റൻസിറ്റി പീക്സ് വരുന്നതൊക്കെ ഫോർബിഡൻ ട്രാൻസിഷൻസ് ആണ്. അപ്പൊ ഈ നമ്മുടെ കോംപ്ലക്സിന്റെ കേസിൽ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ലാപോർട്ടെ സെലക്ഷൻ റൂൾ ആണ്. ലാപോർട്ടെ സെലക്ഷൻ റൂൾ നിങ്ങൾ ഫോട്ടോ എടുത്തതിലുണ്ട്. അപ്പം ഈ ലാപോർട്ടെ സെലക്ഷൻ റൂൾ പറയുന്നത് ട്രാൻസിഷൻസ് ഇൻവോൾവിംഗ് എ ചേഞ്ച് ഓഫ് എ കോണ്ടന്റ് നമ്പർ, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ വാല്യൂ എന്ന് പറയുന്നത് +or-1 ചേഞ്ചസ് വരുന്നത് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ലാപോർട്ടെ അലൗഡ് ട്രാൻസിഷൻസ്. അതായത് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ കോംപ്ലക്സിലെ DD ട്രാൻസിഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അവിടെ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ +1 അല്ലെങ്കിൽ -1 വരുന്ന കേസസ് മാത്രമേ ലാപോർട്ടെ അലൗഡ് ആയിട്ടുള്ളൂ. ദാറ്റ് ഈസ് S1 to P1 ട്രാൻസിഷൻ എന്ന് പറയുന്നത് അലൗഡ് ട്രാൻസിഷൻ ആണ്. പക്ഷെ DD ട്രാൻസിഷന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. ഇതും പറഞ്ഞ് നമുക്കിവിടെ കോംപ്ലക്സുകൾ സ്പെക്ട്ര കാണിക്കാതിരിക്കുന്നില്ല. അപ്പൊ ഇവിടെ there is some relaxation. ഈ റൂളിന് ചില റിലാക്സേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ലാപോർട്ടെ സെലക്ഷൻ റൂൾ പറയുന്നത് കോംപ്ലക്സുകൾ കളേർഡ് ആണ്, സ്പെക്ട്രം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ +or-1 ആയിരിക്കണം. അങ്ങനത്തെ ട്രാൻസിഷൻസ് ആണ് ലാപോർട്ടെ അലൗഡ്, ദാറ്റ് ഈസ് S to P ട്രാൻസിഷൻ. പക്ഷെ D to D ട്രാൻസിഷന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ 0 ആണ്. ഇറ്റ് ഈസ് എ ലാപോർട്ടെ ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. Even though it is forbidden, the spectrum അല്ലെങ്കിൽ absorption happens and the transitions are also happening due to some relaxations. എന്താണ് ആ റിലാക്സേഷൻസ്? When transition metal ions forms complex, നമുക്കറിയാം കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിന് മെറ്റൽ അയോൺസും ഉണ്ട്, ലിഗാൻഡ്സും ഉണ്ട്. It is surrounded by, metal ion is surrounded by ligands. So there is some mixing of D and P orbitals. So D ന്റെയും P orbitals-ന്റെയും ഒരു മിക്സിംഗ് ഉണ്ടാവും. So the transitions are not purely DD transitions.
ഇപ്പൊ നമ്മള് മെറ്റൽ കോംപ്ലക്സിന്റെ കേസ് പറയുമ്പോൾ മെറ്റൽസിന്റെ ഡി ഓർബിറ്റൽസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി മെറ്റൽ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ദർ ഈസ് എ മെറ്റൽ ഡി ഓർബിറ്റൽസ് ആൻഡ് പി ഓർബിറ്റൽസ് ഓഫ് ദ ലിഗാൻഡ്സ്. അപ്പൊ ഇവിടെ ഡിന്റെയും പിന്റെയും ഒരു മിക്സിംഗ് വരുന്നതുകൊണ്ട് നമ്മുടെ ഡി ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഡി ഡി ആണെന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ mixing of this kind occurs in complexes which do not possess centrosymmetry. Centrosymmetry ഉള്ള കോംപ്ലക്സുകളിൽ ഇത് occur ചെയ്യും. അതായത് centrosymmetry ഇല്ലാത്ത do not possess centrosymmetry. Example, tetrahedral complexes or asymmetrically substituted octahedral complexes. For example, Mn Br4 2 minus. സെൻട്രോസിമെട്രി ഇല്ലാത്ത കോംപ്ലക്സുകളെല്ലാം ഈ ടൈപ്പ് മിക്സിങ് കാണിക്കും. അപ്പൊ അവരെല്ലാം ഈ പ്യുവർ ഡി ഡി ട്രാൻസിഷൻ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പ്യുവർലി ഡി ഡി ട്രാൻസിഷൻസ് അല്ല. അതേപോലെ കൊബാൾട്ട്, പെൻഡാമിനോ ക്ലോറോ കോംപ്ലക്സ് (2+). ഓക്കെ, അവിടെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്, അസിമെട്രിക്കലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. അപ്പം ഈ കേസിൽ നമുക്ക് spectra observe ചെയ്യാൻ പറ്റും. The mixing of p and d orbitals does not occur in octahedral complexes which is having centrosymmetry. അപ്പൊ ഇത് സെൻട്രോസിമെട്രി ഇല്ലാത്ത കേസസ് ഈ ട്രാൻസിഷൻസ് കാണിക്കും. പക്ഷെ പി ആൻഡ് ഡി ഓർബിറ്റൽ മിക്സിംഗ് നടക്കാത്ത കേസസ് ആണ് നമ്മുടെ ഇത് സെൻട്രോസിമെട്രി ഉള്ള കേസസ്. കൊബാൾട്ട്, ഹെക്സ് അമിനോ കോംപ്ലക്സ്, ഇവിടെ അമോണിയ എണ്ണയാണ് 6ഉം ഹോൾ 3+. അതുപോലെ copper hexaco complex. But due to metal to ligand bond vibration, these complexes lie outside the centrosymmetry. പക്ഷെ എന്നാലും ഈ കേസസ് സെൻട്രോസിമെട്രി ഉണ്ടെന്ന് നമ്മൾ ക്ലെയിം ചെയ്താലും മെറ്റൽ ലിഗാൻഡ് ബോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾവേസ് എ വൈബ്രേറ്റിംഗ് നേച്ചർ. അപ്പൊ വൈബ്രേറ്റിംഗ് നേച്ചർ ആകുമ്പോഴത്തേക്ക് സെൻട്രോസിമെട്രി പൊസിഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള chances ഉണ്ട്. So low indents bands occurs in these cases also. Low indents bands. This effect is known as vibronic coupling. അപ്പൊ ഈ എഫക്റ്റിന് നമ്മൾ വൈബ്രോണിക് കപ്ലിംഗ് എന്ന് പറയും. അപ്പൊ ലാപോർട്ടെ സെലക്ഷൻ റൂൾ പറയുന്നത് ചേഞ്ച് ഇൻ എൽ വാല്യൂ എന്ന് പറയുന്നത് +or-1 ആയിരിക്കണം. അപ്പോ എസ് ടു പി പോലത്തെ ട്രാൻസിഷൻസ് അലൗഡ് ആണ്. എന്നാൽ ഡി ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നത് ലാപോർട്ടെ ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. പക്ഷെ ഇവൻ ദോ ഇറ്റ് ഈസ് ലാപോർട്ടെ ഫോർബിഡൻ, ദിസ് ട്രാൻസിഷൻസ് ഓക്കേഴ്സ്. എങ്ങനെയാണ്? ഡ്യൂ ടു റിലാക്സേഷൻ ടു ലാപോർട്ടെ സെലക്ഷൻ റൂൾ. എങ്ങനെ? നമ്മുടെ മെറ്റൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്ന കേസസിൽ pure d orbitals മാത്രമായിരിക്കില്ല. There will be a mixing of a metal and ligand orbitals. So the d and p characters are mixing. So the dd transitions are not purely dd transitions. അപ്പൊ ആ കേസസ് വരുന്നതാണ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സും അതുപോലെ അസിമെട്രിക്കലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സും. സെൻട്രോസിമെട്രി ഉള്ള കോംപ്ലക്സിന് ഈ ഡി പി മിക്സിംഗ് പോസിബിൾ അല്ല. അപ്പൊ ആ കോംപ്ലക്സുകളുടെ എക്സാമ്പിൾ ആണ് ഹെക്സാമീൻ കോംപ്ലക്സും ഹെക്സാക്കോ കോംപ്ലക്സും ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ രണ്ട് കേസ്. എന്നാലും ഈ കോംപ്ലക്സുകൾ ലോ ഇൻഡൻസ് ബാൻഡ്സ് തരുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ metals are not in a fixed position. Metal ligand bonds are not in a fixed position. They are always in a vibrating nature. So they deviate from the centrosymmetry. So low indents bands are observed. This is known as a vibronic coupling. ഇപ്പൊ രണ്ട് കേസസ് ആണ് നമുക്ക് റിലാക്സേഷൻ തരുന്നത്, ഡി പി മിക്സിങ്ങും വൈബ്രോണിക് കപ്ലിംഗ്, മെറ്റൽ ലിഗാൻഡ് ബോൺസിന്റെ വൈബ്രോണിക് കപ്ലിംഗ്. അതുകൊണ്ടാണ് നമ്മുടെ കോംപ്ലക്സുകൾ എന്ന് പറയുന്നത് even though it is a forbidden transition, it shows some absorption. Next is the spin selection rule.
spin selection rule പറയുന്നത് during the transition between energy levels electron does not change its spin state, that is delta S എന്ന് പറയുന്നത് 0 ആയിരിക്കണം. But there are few exceptions like the Laporte selection rule. അപ്പോൾ ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എസ് ഈക്വൽ ടു 0 ആയിരിക്കണമെന്നാണ് നമ്മുടെ സ്പിൻ സെലക്ഷൻ റൂൾ പറയുന്നത്. പക്ഷെ ലാപ്പോർട്ടെ സെലക്ഷൻ റൂൾ പറയുന്നത് പോലെ ഇവിടെയും കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. The case of Mn2+, in a weak octahedral field like Mn hexaqua complex H2O 6 times Cl. Whole 2 plus of that. Okay. Here the DD transitions are spin forbidden because as a result of this Mn2+ complexes എന്ന് പറയുന്നത് usually off white color ആയിരിക്കും, അല്ലെങ്കിൽ pale flesh colored ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 1/100 ഓഫ് സ്പിൻ അലൗഡ് ട്രാൻസിഷൻ. അപ്പൊ ഇവിടെ നമ്മുടെ കേസിൽ സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ദ കോംപ്ലക്സ് എന്ന് പറയുന്നത് 1/100 ഓഫ് ദ സ്പിൻ അലൗഡ് ട്രാൻസിഷൻ ആയിരിക്കും. ഈ സ്പിൻ സെലക്ഷൻ റൂൾ പറയുന്നത് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 0 മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ഡെൽറ്റ എസ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഫോർബിഡൻ ട്രാൻസിഷൻ. Here NS2 to NS1 NP1 ഇവിടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് അലൗഡ്. ഇവിടെ ഇലക്ട്രോണിന്റെ പേഴ്സ് എന്ന് പറയുന്നത് 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതിന്റെ പിന്നെന്ന് പറയുന്നത് 1/2 ആൻഡ് -1/2 ആയിരിക്കണം. The transition to triplet state 3p എന്നുള്ള സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഫോർബിഡൻ ആണ്. അതായത് ടു സിംഗുലർ ട്രാൻസിഷൻ അലൗഡ് ആണ്, സിംഗുലർ ടു ട്രിപ്ലറ്റ് ട്രാൻസിഷൻ ഈസ് ഫോർബിഡൻ വൺ. അപ്പോൾ സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത് വീക്കർ ആണ് സ്പിൻ അലൗഡിനെ കാട്ടിയും. അതേപോലെ നമ്മൾ നേരത്തെ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് പറഞ്ഞു, സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ്. അപ്പൊ അതിന്റെ കേസസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഹെവി ആറ്റംസിനാണ് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് നമ്മൾ എന്താണ് ഇമ്പോർട്ടന്റ് ആവുക. കാരണം ലോവർ അറ്റോമിക് നമ്പർ ആയിരിക്കുന്ന കേസസിൽ ന്യൂക്ലിയസിന്റെ ചാർജ് കുറവാണ്. അപ്പൊ അത് തമ്മിലുള്ള ഇലക്ട്രോൺ ഓർബിറ്റലും ന്യൂക്ലിയസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറഞ്ഞതുകൊണ്ട് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് ലോവർ ലെസ് ദാൻ 30 അറ്റോമിക് നമ്പർ വരുന്ന കേസസിൽ അത് കുറവാണ്. പക്ഷെ ഹെവി ആറ്റംസിന് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ അതിനെ നമ്മൾ പറയുന്നതാണ് ഹെവി ആറ്റം എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് നോക്കുകയാണെങ്കിൽ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് കുറവായത് കൊണ്ട് ഈ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലെ കോംപ്ലക്സുകൾ എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള അബ്സോർപ്ഷൻ ആയിരിക്കും കാണുന്നത്. പക്ഷെ സെക്കൻഡും തേർഡും ട്രാൻസിഷൻ സീരീസിൽ സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ടുള്ള ബാൻഡ്സ് നമുക്ക് തരാറുണ്ട്. കാരണം ഈ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് കാരണം ഫർദർ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ എനർജി ലെവൽസ് ഉണ്ടാവുന്ന നമ്മൾ നേരത്തെ റസൽ സാൻഡേഴ്സ് കപ്ലിംഗിന് കാണിച്ചതാണ്. അപ്പൊ ഈ ജെ വാല്യൂസിന്റെ സ്പ്ലിറ്റിംഗ് കൊണ്ട് ഫർദർ എനർജി ലെവൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് തമ്മിലുള്ള ട്രാൻസിഷൻ കൊണ്ട് കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ടുള്ള അബ്സോർപ്ഷൻസ് തരാം. പക്ഷെ ലോവർ എനർജി കേസസിൽ എന്ന് പറയുന്നത് ഈ ജെ വാല്യൂവിന്റെ എഫക്ട് കുറവാണ്. അപ്പൊ അവിടെ നമുക്ക് വീക്ക് ആയിട്ടുള്ള സ്പെക്ട്രം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസിന്റെ കോംപ്ലക്സുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ലാപ്പോർട്ടെ ഫോർബിഡനും ആണ് സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷനും ആണ് പറയുന്നത്. പക്ഷെ
ഇപ്പൊ കോംപ്ലക്സുകൾ രണ്ട് നമ്മുടെ ഡി ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നത് ലാപ്പോർട്ടെ ഫോർബിഡനും ആണ്, സ്പിൻ ഫോർബിഡനും ആണ്. പക്ഷെ നമുക്ക് എന്തായാലും അബ്സോർപ്ഷൻ കാണിക്കുന്നുണ്ട് ഡ്യൂ ടു റിലാക്സേഷൻ ടു ലാപ്പോർട്ടെ സെലക്ഷൻ റൂള്. ഫസ്റ്റ് അതിൽ രണ്ട് കേസസ് ആണ് പറയുന്നത്, വൈബ്രോണിക് കപ്ലിങ്ങും അതുപോലെ ഡി പി മിക്സിംഗ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ സ്പിൻ ട്രാൻസിഷന്റെ കേസസിൽ സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷൻ ആണ് ഡി ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവന്തോ ഇറ്റ് ഈസ് ഫോർബിഡൻ വീക്ക് അബ്സോർപ്ഷൻ ബാൻഡ്സ് ആർ ഒബ്സർവ്ഡ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസും സെക്കൻഡ് ട്രാൻസിഷൻ സീരീസും തേർഡ് നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റിൻ്റെത് വീക്ക് ആയിരിക്കും, അതിനെക്കാട്ടും കുറച്ചുകൂടെ ഇന്റൻസ് ബാൻഡ്സ് ആയിരിക്കും സെക്കൻഡും തേർഡും ട്രാൻസിഷൻ സീരീസ് തരിക ഡ്യൂ ടു ദ ഹെവി ആറ്റം എഫക്റ്റ്. അത് നേരത്തെ നമ്മൾ റസൽ സാൻഡേഴ്സ് കപ്ലിംഗ് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഹെവി ആറ്റം എഫക്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോ ഹയർ അറ്റോമിക് നമ്പർ വരുന്ന കേസസിൽ. Transitions that according to the one or more selection rules are forbidden. അപ്പൊ നമ്മളിവിടെ എടുത്ത കേസസിൽ രണ്ടോ മൂന്നോ സെലക്ഷൻ റൂൾസ് ഫോർബിഡൻ ആണ്. പക്ഷെ എന്നാൽ they are taking place because real molecules are not behaving in an ideal manner. അതേപോലെ മോളിക്കുലർ ജോമെട്രി എന്ന് പറയുന്നത് അതിങ്ങനെ സ്റ്റിഫായിട്ട് ഇരിക്കുന്നതൊന്നുമല്ല, എന്തായാലും വൈബ്രേഷൻസും റൊട്ടേഷൻസും ഒക്കെ വരുന്നത് കാരണം അവിടെ ജോമെട്രിയുടെ വയലേഷനും വരുന്നുണ്ട്. സോ there will be a relaxation for the selection rule. അതേപോലെ നമ്മുടെ ഫോർബിഡൻ ട്രാൻസിഷനും അലൗഡ് ട്രാൻസിഷനും തമ്മിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇന്റൻസ് ബാൻഡ്സ് വരുന്നത് അലൗഡ് ട്രാൻസിഷനും ഫോർബിഡൻ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് വീക്കർ ബാൻഡ്സും ആയിരിക്കും തരുന്നത്. അപ്പൊ ഈ സെലക്ഷൻ റൂള് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ഒന്ന് റസൽ സാൻഡേഴ്സ് കപ്ലിംഗും സെലക്ഷൻ റൂൾസ് ഫോർ ദ കോംപ്ലക്സസ് എന്ന് പറയുന്നത്. ഓക്കെ.